പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവവചനം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാൻ ദൈവം നൽകിത്തരുന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പുറമേ ആളുകൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു, വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയുന്ന മനുഷ്യരുടെ എണ്ണം പെരുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യൻ കരയാനുള്ള കാരണം എന്താണ്? കരയിപ്പിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാവാം? ഈ കണ്ണുനീരിന് പ്രതിഫലം തരുവാൻ, മറുപടി തരുവാൻ ലോകത്തിൽ ആർക്ക് കഴിയും? കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ തുടയ്ക്കുവാൻ ഒരുപക്ഷെ ആരുടെയും കരം നീണ്ടു വന്നില്ലെങ്കിലും കരയുന്നവരെ ആശ്വസിപ്പിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ഉണ്ട്. ആ ദൈവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ താല്പര്യമുണ്ട്. 2 ശമൂവേൽ 15-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും നടന്നു, കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ദാവീദ് രാജാവിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തല മൂടിക്കൊണ്ട് ചെരുപ്പിടാതെ കരഞ്ഞും കൊണ്ട് നടക്കുന്നു, ഒരു മലയുടെ, ഒലിവുമലയുടെ കയറ്റം കരഞ്ഞുകൊണ്ട് കയറുന്നു. എന്താണ് ദാവീദിനെ കരയിപ്പിച്ച വിഷയം? 15-ാം അധ്യായം 2 ശമൂവേൽ നാം പഠിക്കുമ്പോൾ ദാവീദിൻ്റെ മകനായ അബ്ശാലോമാണ് ദാവീദിൻ്റെ കണ്ണ് നനയിച്ചതും ദാവീദിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്തുവാൻ കാരണമായിട്ട് തീർന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പനെതിരെ മത്സരിക്കുന്ന മകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന അപ്പനായിരുന്നു ദാവീദ്. എങ്കിലും അപ്പനെതിരെ മത്സരിക്കുന്ന മകനായിട്ടാണ് അബ്ശാലോമിനെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തൻ്റെ മകൻ നിമിത്തം വീട് വിട്ട് ഓടേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ കണ്ണുനീരാണ് ഒലിവുമല കയറുമ്പോൾ ആ മുഖത്തു നിന്ന് ഒലിച്ചിറങ്ങിയത്. പ്രിയമുള്ളവരെ, ഇന്നും ഒരുപാട് മക്കൾ മാതാപിതാക്കന്മാരെ കരയിക്കുകയാണ്. മാതാപിതാക്കന്മാരോട് മത്സരിക്കുന്ന മക്കളുടെ എണ്ണം പെരുകുമ്പോൾ കരയുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുകയാണ്. ദീർഘായുസ്സുണ്ടാകുവാനും നന്മയുണ്ടാകുവാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ആയിരിക്കുമ്പോൾ തന്നെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന അബ്ശാലോമുമാർ ഇന്ന് സമൂഹത്തിൽ, സഭകളിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. കരയുന്ന ദാവീദിൻ്റെ കണ്ണുനീര് ദൈവം തുടച്ചു മാറ്റും എന്നുള്ളതിന് സംശയമില്ല. ദാവീദിൻ്റെ കണ്ണുനീര് തുടച്ചു ദൈവം. അപ്പോൾ തന്നെ കരയിപ്പിച്ച അബ്ശാലോമിനെ ദൈവം ന്യായം വിധിച്ചു എന്നുള്ളതും മറന്നു പോകരുത്. നമ്മെ വളർത്തിയ, ജനിപ്പിച്ച, വേണ്ടുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ, അവരുടെ കണ്ണുകളെ നനയ്ക്കാതെ, കണ്ണിൽ നിന്ന് നാം നിമിത്തം കണ്ണുനീർ തുള്ളികൾ ഒഴുകുവാൻ അനുവദിക്കാതെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും. ഇല്ലെങ്കിൽ അബ്ശാലോമിന് വന്നതായ ദുർവിധി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ആദ്യത്തെ കരച്ചിൽ മകൻ നിമിത്തം ആണെങ്കിൽ, രണ്ടാമത്തെ കരച്ചിൽ യെരൂശലേമിൻ്റെ മതിലുകൾ തീവെച്ചും വെന്തും കിടക്കുന്നത് കണ്ടിട്ടുള്ള കരച്ചിലാണ്. പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം, ആരാധനയുണ്ടായിരുന്ന പട്ടണം തകർന്ന് അതിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞ് വാതിലുകളെല്ലാം തീവെച്ച് ചുട്ടുകിടക്കുന്നത് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ശൂശൻ രാജധാനിയിലെ പാനപാത്രവാഹകൻ നെഹമ്യാവ് കരയുന്നു. താൻ കരയുന്നത് യെരൂശലേമിൻ്റെ അധപ്പതനം കണ്ടിട്ടാണ്, ദുർവിധി കണ്ടിട്ടാണ്. ഇന്നും
അങ്ങനെ കരയുവാൻ നെഹമ്യാവുമാരുണ്ടെങ്കിൽ അവരുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. ആത്മീയ കാര്യങ്ങളെ ഓർത്തു മാത്രം കരയുന്ന നെഹമ്യാവ്, നമ്മുടെ ജീവിതത്തിൽ നമ്മെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തുതന്നെയാണെങ്കിലും കരയുവാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷയങ്ങൾ നിമിത്തം നാം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ നമ്മെ വിടുവിക്കും. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്ന ആ ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് കരയാം. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും എന്നാണ് സങ്കീർത്തനത്തിലുള്ളത്. കരയുന്ന വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു. കരയിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ കരയുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദി.